നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. തല്ലും തലോടലുമായി ധനമന്ത്രി KM മാണിയുടെ 12ാം ബജറ്റ്. തൊടുപുഴയിൽ ഇറിഗേഷൻ മ്യൂസിയം വരും. തൊടുപുഴ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തും. ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. വണ്ണപ്പുറം പ്ലാന്റേഷൻ പാറക്കൽ സീതയ്ക്കാണ് പരിക്കേറ്റത്. യുവമോർച്ച തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്ര സമർപ്പണം നടന്നു. BJP ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ അൽഫോൺസ് കണ്ണന്താനം IAS ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ആലക്കോട് നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി MM മണിക്ക് സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി. മലങ്കര ഡാമിനോട് ചേർന്ന് ജലവിഭവ വകുപ്പ് പുതുതായി ആരംഭിക്കുന്ന കുപ്പിവെള്ള ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. ഫെബ്രുവരി 15-നകം കമ്മീഷനിംഗ് നടത്താനാകുമെന്ന് അധികൃതർ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തല്ലും തലോടലുമായി ധനമന്ത്രി KM മാണിയുടെ 12ാം ബജറ്റ്. കാർഷിക മേഖലയ്ക്കും സംരംഭക പദ്ധതികൾക്കും വാരിക്കോരി നൽകിയപ്പോൾ വാഹന നികുതിയിൽ ഗണ്യമായ വർധന വരുത്തി അധിക വിഭവ സമാഹരണവും ധനമന്ത്രി ലക്ഷ്യമിടുന്നു. തൊടുപുഴയിൽ ഇറിഗേഷൻ മ്യൂസിയം സ്ഥാപിക്കുന്നതിനും തൊടുപുഴ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയാണ് വരും വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. 964 കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. 2 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. 25 നാണ്യവിളകളെ ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തി. വളം, കാർഷികോപകരണങ്ങൾ എന്നിവയുടെ വില, തൊഴിലാളികളുടെ വേതനം മുതലായ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 2 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. തദനുസരണമായി ഉൽപാദനമോ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയോ വർദ്ധിച്ചിട്ടില്ല. ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനവും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണയുടെ കുറവും കർഷകരെ ഈ മേഖല തന്നെ ഉപേക്ഷിച്ചു പോകാൻ പ്രേരിപ്പിക്കുകയാണ്. 96% അധികം കർഷകരും 1 ഹെക്ടറിൽ താഴെ വിസ്തൃതിയുള്ള തുണ്ടുഭൂമികൾ കൃഷി ചെയ്യുന്നവരാണ്. അതിനാൽ ഉൽപാദന വർധനവിലൂടെയാണ് ഈ മേഖലയുടെ പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിക്കേണ്ടത്. ചെറുകിട കർഷകരുടെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന പെൺമക്കൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്നതും കാർഷിക മേഖലയിലെ ജനപ്രിയ പ്രഖ്യാപനത്തിലൊന്നാണ്. ഹൈടെക് കൃഷി വ്യാപകമാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ബിരുദധാരികൾക്കും ബോട്ടണി ബിരുദധാരികൾക്കും പരിശീലനം നൽകും. ആധുനിക കൃഷിരീതികൾ വ്യാപകമാക്കുകയാണ് സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ സമഗ്ര നവീകരണത്തിന് മാർഗമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. ജില്ലാ ആശുപത്രി തൊടുപുഴയ്ക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ ശനിയാഴ്ച ഹർത്താലിന് LDF ആഹ്വാനം ചെയ്തു. മരിയാപുരം, വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി, വാത്തിക്കുടി, കാമാക്ഷി എന്നീ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ നടത്തുന്നത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. ജില്ലാതല ഉദ്ഘാടനം കലയന്താനി സെന്റ് ജോർജ് HSൽ നടന്നു. തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കായി നടന്ന പരിശീലന പരിപാടിയിൽ വെള്ളിയാമറ്റം ക്രൈസ്റ്റ് കിങ് സ്കൂളിലെയും കലയന്താനി സെന്റ് ജോർജ് സ്കൂളിലെയും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തേക്കുംകാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. താഴ്ന്ന ക്ലാസുകളിൽ വച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഭാവിയിൽ ആരായി തീരണം എന്ന്. ആ ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാ പഠനങ്ങളും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ പുറമെയുള്ള കോച്ചിങ് ക്ലാസ്സുകളിൽ എല്ലാം പോകുന്നത് മറ്റ് വിഷയങ്ങളിൽ പഠിക്കുവാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും വേണ്ടിയിട്ടാണ്. 10ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും തീരുമാനങ്ങൾ എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരമാണ് ഇതുപോലെയുള്ള ക്ലാസ്സുകളും കോച്ചിങ്ങുകളും എല്ലാം. ഭാവിയിൽ നിങ്ങൾക്ക് ആരായിത്തീരണം,
നിങ്ങൾക്ക് എന്തിനെല്ലാമുള്ള കഴിവുകളുണ്ട്, ആ കഴിവുകളെല്ലാം എങ്ങനെ വികസിപ്പിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലാണ് ലക്ഷ്യം വയ്ക്കേണ്ടിയിരിക്കുക. താല്പര്യമില്ലാത്ത ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പലപ്പോഴും അവിടെ പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഭാവിയിൽ ആരായിത്തീരണം, അതിനുവേണ്ടി എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, എന്തെല്ലാം പഠിക്കണം. ശിരസ്തദാർ ജോസഫ് കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ലില്ലി, ജില്ലാ കോർഡിനേറ്റർ ബീന പി ആനന്ദ്, ഡോക്ടർ ഫിൻസർ കെ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരീത് പുത്തൻപുരയിൽ, സാദിഖ്, ഫൈസൽ, സഫിയ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി ഗൃഹനാഥൻ മാതൃകയായി. കുമ്മങ്കല്ല് ആലുങ്കൽ റജീനയുടെ 1.25 പവന്റെ മാലയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നഗരത്തിൽ കളഞ്ഞുപോയത്. പൊന്നന്താനം ചെറുനിലത്ത് CB സുഗുവാണ് മാല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച മാതൃകയായത്. തുടർന്ന് തൊടുപുഴ SI PS സുബ്രഹ്മണ്യന്റെ സാന്നിധ്യത്തിൽ മാല ഉടമയ്ക്ക് കൈമാറി. വണ്ണപ്പുറത്ത് ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. വണ്ണപ്പുറം പ്ലാന്റേഷൻ പാറയ്ക്കൽ വിക്രമന്റെ ഭാര്യ സീതയാണ് പരിക്കേറ്റ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. വ്യാഴാഴ്ച രാവിലെ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തിയ ബ്ലേഡുകാരൻ വീട്ടിൽ നിന്ന് ഉടൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് സീതയെ വലിച്ചിഴച്ചതായാണ് പരാതി. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ വിഷ്ണുവിന്റെ നിലവിളി കേട്ട് നാട്ടുകാരും പിന്നീട് ഓട്ടോ ഡ്രൈവറായ ഭർത്താവും എത്തിയാണ് സീതയെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പൊ ഇവന് ബൈക്കിൽ വന്നപ്പോ പറഞ്ഞു ഇറങ്ങിയിടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറങ്ങി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങി പറ്റില്ല എന്ന് പറയുമ്പോ ഇവനെന്തൊക്കെ കൈ പിടിച്ച് വെച്ച് ഇറങ്ങടി പുറത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പോവില്ലെന്ന് പറഞ്ഞു. എന്റെ ഈ പൂര വിട്ടിട്ട് ഞാൻ പോവില്ലെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു നിന്നെയും മക്കളെ ഈ പൂല വെച്ച് കത്തിക്കുന്ന് പറഞ്ഞു. സാറേ ബെന്നി താഴെക്കുടിയിലത്തെ ഈ പുള്ളി പൈസ എടുത്തതാ, വാങ്ങിച്ച് 3 ലക്ഷം രൂപ പൈസ വാങ്ങി വെച്ച്. എന്നിട്ട് ഞാൻ അന്ന് അവൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് യാചിച്ചു, എൻ്റെ പൈസ 3 ലക്ഷം പോട്ടെ, പലിശ പോട്ടെ, നീ എടുത്തിട്ട് ബാക്കി എനിക്ക് താ, എൻ്റെ മക്കൾക്ക് വേണ്ടി താ എന്ന് യാചിച്ചു. എന്നിട്ട് അവൻ തന്നില്ല സാറേ. അവൻ പറഞ്ഞു എനിക്ക് ഇനിയും പഞ്ചായത്തിൽ പല സ്ഥലം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നീ എടുത്തോ, അതിന് പ്രശ്നം എനിക്കില്ല, എൻ്റെ ഈ ചെറിയൊരു പൈസ എനിക്ക് തന്നു വിട്ടേന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒരു കൊച്ചിന് സുഖമില്ല സാറേ, മിണ്ടാനും പോലും പറ്റില്ല. അതിന് ചികിത്സ ആക്കാൻ ഇന്ന് വരെ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ പൂര കിട്ടണം സാർ, എനിക്ക് എൻ്റെ മക്കൾക്ക് കെട്ടാനും സ്ഥലമില്ല. 3 പെണ്ണും 1 ആണുണ്ട്. കാളിയാർ പോലീസ് സീതയുടെ മൊഴിയെടുത്തു. കേസ് എടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഓട്ടോ ഡ്രൈവറായ വിക്രമന് 2 വർഷം മുമ്പ് അപകടത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്കായി വന്ന കടം തീർക്കുന്നതിനാണ് കാളിയാറിലുള്ള ബിജുവിന്റെ പക്കൽ നിന്ന് 10 മാസം മുൻപ് 3 ലക്ഷം രൂപ കടം വാങ്ങിയതെന്ന് വിക്രമൻ പറഞ്ഞു. ഈടായി വിക്രമന്റെ പേരിലുള്ള 6 സെന്റ് സ്ഥലവും നൽകി. ഇപ്പോൾ പലിശ മാത്രം 1.5 ലക്ഷം രൂപ ആയെന്നും മൊത്തം 4.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നുമാണ് ബ്ലേഡുകാരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സ്ഥലം വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അനുവദിച്ചില്ല. സെന്റിന് ഈ പ്രദേശത്ത് 2 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലിശയും മുതലും എടുത്തിട്ട് നാട്ടുനടപ്പനുസരിച്ചുള്ള വില ഇട്ട് ബാക്കി തുക തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ബ്ലേഡുകാരൻ സമ്മതിച്ചില്ല. പണം അടയ്ക്കാനാകില്ലെങ്കിൽ ഉടൻ ഇവർ താമസിക്കുന്ന ഷെഡിൽ നിന്ന് ഇറങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ ബിജുവിന്റെ കൂട്ടുകച്ചവടക്കാരനായ ബെന്നി എന്നയാളാണ് വീട്ടിലെത്തി അതിക്രമം കാട്ടിയതെന്ന് സീത പറഞ്ഞു. വിക്രമന് സ്കൂൾ വിദ്യാർത്ഥികളായ 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണുള്ളത്. ഇവർ ഇപ്പോൾ വെറും പ്ലാസ്റ്റിക് പടുത കൊണ്ടുണ്ടാക്കിയ ഷെഡിലാണ് താമസിക്കുന്നത്. ബ്ലേഡുകാർ ഇറക്കിവിട്ടാൽ എവിടെ പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. BBC ന്യൂസ്, വണ്ണപ്പുറം. ബസ് ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ജീവിതഭാരം കൂട്ടരുതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു. മിനിമം ചാർജായ 6 രൂപയ്ക്ക് 5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നിയമപ്രകാരം അനുമതിയുണ്ടെങ്കിലും ഫെയർ സ്റ്റേജിലെ അപാകത മൂലം യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. നിലവിലുള്ള ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രൈവറ്റ് ബസ് മുതലാളിമാർ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബസ് ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ദുരിതമുണ്ടാകുന്നതും ജനങ്ങളുടെ ജീവിതഭാരം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതുമാണ്. ബസ് ചാർജ് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ചെലവിൽ തന്നെ മറ്റ് ടാക്സി വാഹനങ്ങളുടെയും ലോറിക്കൂലിയും വർദ്ധിക്കും. ഇതെല്ലാം കൂടി വരുമ്പോൾ വീണ്ടും ജനങ്ങൾക്ക് വിലക്കയറ്റത്തിൻ്റെയും വലിയ ജീവിതഭാരത്തിൻ്റെയും വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഉള്ള ചാർജുകളിൽ തന്നെ പലതരം തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫലമായി കുറേശ്ശെ പണം ശേഖരിച്ച് പലതുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ കോടിക്കണക്കിന് രൂപയാണ് കേരള ജനതയുടേത് പ്രൈവറ്റ് ബസ് മുതലാളിമാരും KSRTCയും ചേർന്ന് ഇപ്പോൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. വണ്ണപ്പുറം തൊടുപുഴ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ വണ്ണപ്പുറത്ത് നിന്ന് കാളിയാർ വരെ മിനിമം സ്റ്റേജ് ആണെങ്കിലും വണ്ണപ്പുറത്ത് നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് പ്ലാന്റേഷൻ കവലയിൽ നിന്ന് കയറിയാൽ
അയാൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുന്നു. വണ്ണപ്പുറം തൊടുപുഴ റൂട്ടിൽ 15 രൂപയാണ് വാങ്ങുന്നത്. നിയമപ്രകാരം 13 രൂപയെ വാങ്ങാൻ അവകാശമുള്ളൂ എന്നിരിക്കെ 2 രൂപ അധികം വാങ്ങുകയാണ്. ഈ വ്യത്യാസം കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. ഫെയർ സ്റ്റേജിലെ അപാകതകൾ സംബന്ധിച്ച് 10,000-കണക്കിന് അപേക്ഷകൾ, പരാതികൾ കേരള ഗവൺമെൻറ്റിന് മുമ്പിലുണ്ട്. യുവമോർച്ച തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മത പത്രസമർപ്പണം നടന്നു. BJP ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ അൽഫോൺസ് കണ്ണന്താനം IAS, ദീനദയ ട്രസ്റ്റ് മെമ്പർ KS അജിക്ക് സമ്മതപത്രം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ലോകത്തിൽ മാത്രമാണ് മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്തിൽ ജീവിക്കാൻ അവകാശം. ദൈവം സൃഷ്ടിച്ച ഈ ജീവിതത്തിൽ ലോകത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്കും ഭക്ഷണത്തിന് അവകാശമുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ തെരുവണ്ടികളൊന്നും കേരളത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ വന്നപ്പോഴും ഈ തെരുവണ്ടികൾ ഡൽഹിയിലുണ്ടായി. നമ്മൾ ആള് നോക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കുന്നു എന്ന് നോക്കുന്നതാണ്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പട്ടികളും ഈ മരങ്ങളും ഈ വായുവും ഈ മണ്ണുമെല്ലാം നമ്മുടെ ജീവിത ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നത് പറഞ്ഞ് ഓരോ തെരുവിൽ പോയി നമ്മൾക്ക് വലിയ നീണ്ട നെറ്റ്വർക്കുണ്ട്. ആദ്യം ഭാര്യ അടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. യുവമോർച്ച തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് V വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ, ദേശീയ സമിതി അംഗം PP സാനു, രാജു ഇടവെട്ടി, VS രതീഷ്, വിജീഷ് ബാലൻ, MI രവീന്ദ്രൻ, PP ചന്ദ്രശേഖരൻ, CC കൃഷ്ണൻകുട്ടി, PR വിനോദ്, VB പ്രശാന്ത്, ബിജു നെല്ലാനിക്കൽ, സുശീലൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ലളിതഗാന മത്സരത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് HSS 11ാം ക്ലാസ് വിദ്യാർത്ഥി റെന്നി ആന്റണിക്ക് A ഗ്രേഡ് ലഭിച്ചു. ഫലം വന്നപ്പോൾ B ഗ്രേഡാണ് ലഭിച്ചത്. കലോത്സവ നഗരിയിൽ നിന്നും മടങ്ങുന്നതിനിടെ റെന്നിയുടെ പാട്ട് കേട്ട് വഹാബ് എന്ന സംഗീത അധ്യാപകൻ സമ്മാനം ലഭിച്ചില്ലേ എന്ന് ചോദിച്ചതാണ് വഴിത്തിരിവായത്. B ഗ്രേഡാണ് ലഭിച്ചതെന്ന് പറഞ്ഞപ്പോൾ അപ്പീൽ നൽകണമെന്ന ഉപദേശം വഹാബാണ് നൽകിയത്. ആലാപനം നന്നായിരുന്നുവെന്നും A ഗ്രേഡ് ലഭിക്കേണ്ടതാണെന്നും ഈ അധ്യാപകൻ പറഞ്ഞു. അങ്ങനെ അപ്പീൽ നൽകിയ ശേഷം നാട്ടിലേക്ക് മടങ്ങി. ബുധനാഴ്ച വൈകുന്നേരം നെറ്റിലൂടെ ഫലം നോക്കിയപ്പോഴാണ് അപ്പീലിലൂടെ A ഗ്രേഡ് ലഭിച്ചതറിയുന്നത്. പിതൃ സഹോദരൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി ചെയ്യുന്ന വർക്കിയുടെ പ്രോത്സാഹനം റെന്നിക്ക് ഏറെ ലഭിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷവും CBSE കലോത്സവത്തിൽ ലളിതഗാനത്തിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. DCL, ചെറുപുഷ്പം മിഷൻ ലീഗ് മത്സരങ്ങളിലും നിരവധി പ്രാവശ്യം 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ മിൽമ ഓഫീസറായ ആന്റണി കൊറോത്ത് താലൂക്ക് ആശുപത്രിയിലെ ഹെഡ് നേഴ്സ് എൽസമ്മ ദമ്പതികളുടെ മകനാണ്. റോണി, ഡോക്ടർ റീന എന്നിവർ സഹോദരങ്ങളാണ്. സ്വാതി സംഗീതാലയത്തിലെ മനോജിന്റെ കീഴിലാണ് സംഗീത പഠനം തുടങ്ങിയത്. ഇപ്പോൾ സപ്തസ്വര സ്കൂളിലെ രസികപ്രിയയുടെ കീഴിലാണ് പരിശീലനം. സബ് ജില്ലാ കലോത്സവത്തിന് എനിക്ക് ലളിതഗാനം HSS വിഭാഗത്തിൽ സെക്കൻഡായിരുന്നു കിട്ടിയത്. അവിടുന്ന് ഞങ്ങൾ അപ്പീൽ കൊടുത്താണ് ജില്ലാ മത്സരത്തിന് പോയത്. അവിടെ ചെന്ന് A ഗ്രേഡോടെ ഫസ്റ്റ് കിട്ടി. എന്നിട്ടാണ് സ്റ്റേറ്റിൽ പോയത്. സ്റ്റേറ്റിൽ പോയിട്ട് ഇപ്പോൾ A ഗ്രേഡുണ്ട്. എല്ലാ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയവരുണ്ടായിരുന്നു. അതിൽ 14 പേരിൽ 5ാം സ്ഥാനമാണ് എനിക്ക് ലഭിച്ചത്. അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് സ്വാതി സംഗീത കലാലയത്തിലെ മനോജ് സാറാണ് എൻ്റെ ആദ്യ ഗുരു. അവിടെ 5 വർഷത്തോളം ഞാനവിടെ വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. ശരത് പൂർണിമ